പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് വിയറ്റ്നാമിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ചരിത്രവിശേഷമാണ് നമ്മൾ ചർച്ച ചെയ്യണത്. വിയറ്റ്നാം നമുക്കറിയാം, വളരെ കുറച്ച് കാത്തലിക്സ് മാത്രമുള്ള ഒരു സ്ഥലമാണ്. അപ്പോഴും കാത്തലിക്സിന് വരുന്നൊരു പ്രശ്നം, പലപ്പോഴും ഈ മണ്ണിൻ്റെ വാദം ചരിത്രത്തിൽ ഉയർന്നു വരണത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലായിടത്തും വരുന്നത്. അതുപോലെ തന്നെ നാഷണൽ ചർച്ച് തിരുസഭയെ ഒരു ഫോറിൻ മതമായിട്ട് കാണുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ചൈനയെ പോലെയുള്ളവരൊക്കെ ചൈനീസ് നാഷണൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് അവരുണ്ടാക്കുന്ന ബൈബിളിനെക്കുറിച്ചോ വിശുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ ABCD അറിയാൻ പാടില്ലാത്ത രാഷ്ട്രീയക്കാരെ നേതൃസ്ഥാനം രാജ്യത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അവിടെ രീതികളിൽ സഭയെ പുനഃക്രമീകരിക്കണം കാണാം, പരിശുദ്ധാത്മാവിനെ പുറത്ത് നിർത്തിക്കൊണ്ട്. അത് കാലങ്ങളുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ പുറത്ത് നിർത്തിക്കൊണ്ട് സഭയുടെ പുനഃക്രമീകരണം. അത് നമ്മൾ ചരിത്രം പരിശോധിച്ച രാജ്യങ്ങളും അവിശ്വാസികളും അതുപോലെ തന്നെ നിരീശ്വര രാജ്യങ്ങളും സഭയുടെ അകത്തും ചിലപ്പോൾ അങ്ങനെയുള്ള ചില പ്രവണതകൾ വരും. പിന്നീട് അതെല്ലാം തേഞ്ഞു മാഞ്ഞിട്ട് സത്യത്തിൻ്റെ ക്രമീകരണം ഉണ്ടാകും. പക്ഷെ അപ്പോഴേ വിശ്വാസിക്ക് നൽകേണ്ട വില വിശ്വാസത്തിൻ്റെ വിലയായിരിക്കും. എന്താ കാര്യം? ഈ വിശ്വാസത്തിനൊരു വിലയുണ്ട്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ അല്ലെ പരമപിതാവിന് വേണമെങ്കിൽ ഈസിയായിട്ട് മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരാം. ഒരു വാക്ക് മതിയായിരുന്നു. ഒരു വാക്കിന് പകരം വചനം മാംസമാക്കി അത് യേശുവാക്കി പീഡാസകരങ്ങളിലൂടെ കൊണ്ടുവരുമ്പോൾ വി മസ്റ്റ് ഗീവ് എ റെമറേഷൻ ടു ദി ഫെയ്ത്ത്. സിപ്സ് ഓഫ് ഫെയ്ത്ത് ഇറ്റ്സ് വെരി ക്ലിയർ അല്ലേ? വിശ്വാസത്തിന് വില കൊടുക്കാത്ത വിശ്വാസിയല്ല. ക്ലിയറായിട്ട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് 10 പൈസ ഉണ്ടാകാം, 40 പൈസ ഉണ്ടാകാം, ചിലപ്പോൾ 50 പൈസ ഉണ്ടാകാം. നിൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും നീ വില കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിശ്വാസിയായി കണക്കാക്കപ്പെടാൻ പ്രയാസമാണ്. കുറച്ച് കാര്യങ്ങളും തത്വങ്ങളും പഠിച്ചു വെച്ചിട്ട് വിശ്വാസിയാകത്തില്ല. വിയറ്റ്നാം ചർച്ച് അതാണ് നമ്മളോട് പറയണത്. പതിനാറാം നൂറ്റാണ്ടിൽ വിയറ്റ്നാമിലെ കത്തോലിക്കർ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത നാളുകളിലാണ് ലാവാങ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. 1775 കാലഘട്ടത്തിൽ കാട്ടുതീ പോലെ മതപീഡനം തുടരുകയും 1785 1 ലക്ഷത്തോളം കത്തോലിക്കർ മതപീഡനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മതപീഡനങ്ങളിൽ നിന്നും അഭയം പ്രാപിച്ച കത്തോലിക്കരെ ആശ്വസിപ്പിക്കാൻ മധ്യ വിയറ്റ്നാമിലെ ലാവാങ് വനത്തിൽ യുദ്ധസമയത്ത് 1798 ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി
പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഡിംകാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് ഈ ഒരു മതപീഡനം നടന്നത്. ഡിംകാറ്റ് 37 കത്തോലിക്ക പാരിഷുള്ള വിയറ്റ്നാമിലെ ഒരു രാജ്യമാണ്. വിയറ്റ്നാമിലെ ഒരു ജില്ലയാണ് ശരിക്കും. ക്യാപിറ്റലായിട്ട് മതി അവസാനം. അത് ക്യാപിറ്റലായിട്ട് മാറി. എന്തിൻ്റെ ക്യാപിറ്റലായിട്ട് മാറി? ഒരു 1500-കളിൽ 16-ാം നൂറ്റാണ്ടിലെ അവിടെ ഒരു സിവിൽ വാർ നടന്നപ്പോൾ റീജൻ്റായിട്ടിരുന്നവൻ മാക് ഡാം ഡും എന്ന് പറയുന്ന ഒരു വിയറ്റ്നാംകാരൻ, അയാളുടെ പഴയ ഒരു രാജ കുടുംബത്തിൻ്റെ അംഗമായിരുന്നു, ഡൈനാസ്റ്റിയിലുള്ള. അത് ലേ ഡൈനാസ്റ്റി എന്ന് വിളിക്കും. 1552 വരെ അത് ലേ ഡൈനാസ്റ്റിയാണ്. പിന്നീട് അവരെ സായുധ വിപ്ലവം ഉണ്ടായി. അധികാരമോഹികൾ സായുധ വിപ്ലവം ഉണ്ടാക്കിയിട്ട് ഈ മാക് ഡാം ഡിം അധികാരം പിടിച്ചെടുത്ത്. അത് അയാൾ ന്യൂവൻ എന്നും പറഞ്ഞുകൊണ്ട് പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കി, ന്യൂവൻ. ഈ ന്യൂവൻ ഡൈനാസ്റ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ ഡിംകാറ്റാൻ. അതൊരു ജില്ലയാണ്. അത് അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അവിടെ സഭയുണ്ടായിരുന്നു. ജെസ്യൂട്ടുകളും ഡൊമിനിക്കൻസുമായിരുന്നു സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. കൃഷ്ണമതികളായ ജെസ്യൂട്ടുകളും ഡൊമിനിക്കൻസും. 1775 ആകുമ്പോൾ ഡിംകാറ്റിലെ പെട്ടെന്ന് കാട്ടുതീ പോലെ മതപീഡനം വർദ്ധിക്കും. എന്നുവെച്ചാൽ കാത്തലിക് അത്രയും വളർന്നവിടെ ആ സമയത്തിനുള്ളിൽ വളർന്നു. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 37 പാരിഷ് ഉണ്ടായില്ലേ, അതിൻ്റെ അകത്ത് മതപീഡനം എന്തുകൊണ്ടാണ് വളർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂവൻ ഡൈനാസ്റ്റിയിലുള്ള അന്നത്തെ അധികാരികൾ വിചാരിച്ചു ഈ കത്തോലിക്ക മത വിശ്വാസികൾക്ക് അവർ തനത് രാജ്യത്തിലുള്ള ആൾക്കാരല്ല, അവർ വിദേശികളാണ്, വിദേശ രാജ്യങ്ങളുമായിട്ടാണ് അവർക്ക് ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായ മതപീഡനത്തിൽ നമ്മൾക്ക് ഒത്തിരിയേറെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ചില്ലറ മതപീഡനമല്ല ഈ ഡിംകാറ്റിലുണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു എല്ലാ കാലത്തും ഈ ന്യൂവൻ ഡൈനാസ്റ്റി ഉണ്ടായതിനു ശേഷം അത് മതപീഡനത്തിൻ്റെ ഒരു കാലമാണ് ഇവിടെ തുടങ്ങുന്നത്. 200 കൊല്ലം ഒറ്റയും പെട്ടയും 10-20 ആയിട്ട് ആൾക്കാർ മരിക്കുകയും ചിലർ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്യും. അവസാനം ഇത് 1785 ആയപ്പോൾ 200 കൊല്ലത്തിന് ശേഷം ഇത് ശക്തിപ്പെടും. ശക്തിപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ നിക്കക്കളില്ലാത്ത രീതിയിലാകും. ജനങ്ങൾ അതായത് 1,00,000 കത്തോലിക്കരാണ് ഈ ന്യൂവൻ ഡൈനാസ്റ്റി 1785 വിയറ്റ്നാമിൽ കൊന്നു കളഞ്ഞത്. ആ 1,00,000 പേരിൽ ഒത്തിരി പേര് ടൈറ്റ് ഫോറസ്റ്റിലേക്കാണ് ജീവനം കൊണ്ട് ഓടിയത്. എന്താണ് സംഭവിച്ചത്? ഇവരിത്രയും പട്ടിണിയുമാണ്, ഭക്ഷണവും ഇല്ല, വെള്ളം പോലും കുടിക്കുക. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് എഴുതിയിരിക്കണം എൻ്റെ ചരിത്രത്തിലെ. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷവെള്ളമേ കുടിക്കട്ടെ. എന്നിട്ട് ഇവർ രോഗികളായി മാറും. സമയത്ത് ഭക്ഷണമില്ല, കാട്ടുകിഴങ്ങ് കത്തുന്ന ജീവിക്കുന്നത്. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അപ്പോൾ എന്നിട്ട് അവസാനം ഇവരൊരു കാര്യം കണ്ടുമുട്ടുന്നവർ സന്ധ്യയാകുമ്പോൾ ജപമാലയില്ല അവശേഷിക്കുന്നവരെ. എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ ഞാൻ പറഞ്ഞിട്ടുള്ള മരിയൻ അപ്പാരിഷനിൽ ഏറ്റവും ടോപ്പാണിത്. ഇത് മാതാവ് അവരെ സന്ദർശിച്ചില്ലെങ്കിൽ മാതാവിലെന്ന് പറയും. അമ്മ എന്തിനാണ്? അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത് ഈശോ സന്ദർശിക്കാൻ തന്നെയാണ്. മാതാവിൻ്റെ മെയിൻ പരിപാടി എന്താ? സന്ദർശനമാണ്. മംഗളവാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സന്ദർശിക്കാൻ പോകും. സഞ്ചാരി മാതാവ്, സന്ദർശന മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ അപ്പാരിഷൻസും സന്ദർശനമാണ്. ഈ മക്കൾ വിശ്വാസത്തിൽ നിൽക്കുകയാണ്, പട്ടിണിയാണ്, ഭക്ഷണമില്ല, മരുന്നില്ല, രോഗം വന്ന ആൾക്കാർ മരിക്കുന്നു.
എന്നിട്ടും ബാക്കിയുള്ള അവശേഷിക്കുന്നവൻ ആ ജപമണിയെ പിടിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ 85, 86, 87, 88, 98 പരിശുദ്ധമ പ്രത്യക്ഷപ്പെടും. ഈ കൂട്ടായ്മയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തിനാണെന്നറിയാമോ? അമ്മ നിലനിൽപ്പിനുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. മക്കളെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം മോശമാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വേദന കണ്ടാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വന്നത്. എന്നിട്ട് അമ്മ അത് വായിക്കുമ്പോൾ അക്ഷരാർത്ഥം നമുക്ക് അറിഞ്ഞു പോകും. എന്നുവെച്ചാൽ അമ്മ എന്നിട്ട് ഈ കാട്ടിൽ നിൽക്കാനുള്ള കുറച്ച് ചെടികളെ കാണിച്ചു കൊടുക്കും. ഇന്ന ചെടികളുടെ ഇലകൾ പറിച്ച് നിങ്ങൾ ചായ ഇട്ടാൽ ആ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ വിഷവും മാറും, നിങ്ങൾ ജീവിക്കുകയും ചെയ്യുമെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, കേട്ട പാരിഷനിൽ വെച്ച് ഏറ്റവും ടോപ്പ് അസ്പാരിഷനാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ വേദനയും കണ്ണീരും തകർച്ചയും കണ്ടിട്ട് അമ്മ ആ കൂട്ടത്തിൽ വരികയും എനിക്ക് ഒന്ന് പറയാനുണ്ട്. അതായത് അമ്മ ഒരിക്കലും മറഞ്ഞിരിക്കണില്ല എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും മറഞ്ഞിരിക്കണില്ല. എന്തുകൊണ്ടാണ് ഇപ്പം അമ്മ വരാൻ തുടങ്ങിയത്? പണ്ട് മാലാഖമാരല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ഒരാൾ, പൂർണ്ണ മനുഷ്യനായ ഒരാൾ സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് അപ്പ മാലാഖമാരെ മാറ്റിയിട്ട് അമ്മയെ വിടണത്. സെൻട്രൽ വിയറ്റ്നാമിലെ കൊങ് ജില്ലയിലെ ഹൈഫ്യൂ കമ്മ്യൂണിലാണ് ഇന്നത്തെ അവർ ലേഡി ഓഫ് ലാവാങ് ബസിലിക്ക. 1924 നിലവിലെ ദേവാലയം പുനർനിർമ്മിക്കുകയും 1972 ലാവാങ് ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവർ ലേഡി ഓഫ് ലാവാങ് സന്ദർശിക്കുകയും ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നിർദ്ദേശപ്രകാരം ലാവാങ് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ 200 വർഷം ആഘോഷിക്കുകയും ചെയ്തു. നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും നല്ല ഒരു അപ്പാരിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഇത്രയും വലിയ ബ്ലഡ് ഷെഡ് നടക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ധീരമായ രക്തസാക്ഷികൾ യേശുവാണ് ഏകരക്ഷകനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവൻ സമർപ്പിച്ച് വലിയ ചരിത്ര സാക്ഷ്യം നടത്തുന്ന സമയത്ത് ആണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാരണങ്ങൾ, എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവരുടെ നിലനിൽപ്പിന്, അത് മനുഷ്യനറിയാൻ പറ്റാത്ത ഇന്ന ഇലകൾ അവിടുന്ന് കാണിച്ചു കൊടുത്തിട്ട് അത് കാട്ടിൽ കാണിച്ചു കൊടുത്ത് അത് കഴിച്ചാൽ അത് നിങ്ങൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ വിഷം ഇറങ്ങുമെന്നും നിങ്ങൾ നിലനിൽക്കുമെന്നും പറഞ്ഞു കൊടുക്കണില്ലേ? അത് വല്ലാത്തൊരു സംഭവമാണ്. എന്നിട്ട് അതിനുശേഷം ജനങ്ങൾ അവിടെ വരികയും ഒരുമിച്ച് സർവൈവ് ചെയ്യും. സർവൈവ് ചെയ്തെങ്കിലും 100 കൊല്ലത്തോളം വീണ്ടും നിൽക്കുന്നുണ്ടേ. 1876 അവർ ചെറിയൊരു ദേവാലയം ഈ ലവാങ്ക, അത് ഈ വിയറ്റ്നാം എന്ന് പറയുമെങ്കിലും ആ യഥാർത്ഥ പേര് ലവാങ് എന്നാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ലവാങ്. ഈ ലവാങ്ങിൽ 1876 ചെറിയൊരു ദേവാലയം അവർ പണിയും. അങ്ങനെ പതുക്കെ വിശ്വാസികളൊക്കെ വന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അതിനുശേഷം 86 ആകുമ്പോൾ ഏതാണ്ട് പെർസിക്യൂഷൻ പൂർണ്ണമായിട്ട് അവസാനിക്കും. മതപീഡനം പൂർണ്ണമായിട്ട് അവസാനിക്കും. 86 1886 പിന്നീട് അതുപോലെ സാധാരണ ദേവാലയമായിട്ട് വളർന്നത് വരികയാണ്. എന്ന് വരുമ്പോൾ 1901 ദേവാലയം അല്പം കൂടി വലുതാക്കും. പിൽഗ്രിമേജ് കൂടുന്നതനുസരിച്ച് 1901 ദേവാലയം അല്പം കൂടി വലുതാക്കും. അപ്പോൾ വീണ്ടും വിശ്വാസ തീർത്ഥയാത്രകളും മാതാവിൻ്റെ അനുഭവങ്ങളും കാര്യം. എന്താ അനുഭവം ഉണ്ടാകാൻ കാരണം എന്നറിയുമോ?
അന്ന് മാതാവ് പറഞ്ഞായിരുന്നു, ആരെങ്കിലും ഞാൻ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കാര്യം തീർത്ഥാടനം ഇല്ലേ, തീർത്ഥാടനത്തിന് ആൾക്കാർ പോകത്തില്ലേ? ഇപ്പോൾ വളരെ ശക്തമായ രീതിയിലൂടെ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് മാതാവിൻ്റെ തീർത്ഥാടനത്തെ അന്നത്തുള്ള ആൾക്കാർ സബ്സിഡി ചെയ്യണം ഞാൻ എൻ്റെ ചെപ്പിക്കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്നാത്തിനാണ് തീർത്ഥാടനത്തിന് പോകണമെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാലം കഴിയുമ്പോൾ വീണ്ടും ഇപ്പോൾ ആൾക്കാർ തീർത്ഥാടനത്തിന് പോകാൻ തുടങ്ങിയില്ലേ? എന്താ കാര്യം? എല്ലാ വർഷവും ഈശോ തീർത്ഥാടനത്തിന് പോയില്ലേ? എല്ലാ വർഷവും എത്ര കഷ്ടപ്പെടാണെങ്കിൽ ഔസേപ്പിതാവും അമ്മയും ഉണ്ണിയും കൂടി തീർത്ഥാടനത്തിന് പോയില്ലേ? പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഈ ഒരു ഘട്ടത്തിലും ഈ വിശ്വാസത്തിന് വില കൊടുക്കേണ്ട ക്ലേശങ്ങളുടെ സമയത്തും അമ്മ നമ്മളെ കൈവിടാതെ ഇങ്ങനെ കരുതലോടുകൂടി കൊണ്ടുപോകും. അതാണ് വിയറ്റ്നാം അവർ ലേഡി ഓഫ് ലവാങ്ങിൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോഴേ അതിനുശേഷം 1924 നിലവിലുള്ള ദേവാലയം കുറച്ചുകൂടി മാഗ്നിഫിഷ്യൻ്റ് ആക്കും, വലിയ ദേവാലയമാക്കും. ആ കാലത്താണ് 1961 ഈ ലവാങ്ങിൽ ബസിലിക്ക സ്ഥാപിക്കുന്നത്. ലവാങ് ബസിലിക്ക സ്ഥാപിക്കും. അപ്പോൾ തീർത്ഥാടനം അതിൻ്റെ പരമകാഷ്ഠരെത്തി എന്ന് പറയാം. പക്ഷേ ഒരു സങ്കടകരമായൊരവസ്ഥ വന്നേ. എന്താണ്? 61 കഴിഞ്ഞിട്ട് 71, 72, 11 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. 1972 ലവാങ് ദേവാലയം നശിപ്പിക്കപ്പെടും. എങ്ങനെ നശിപ്പിക്കണം വെച്ചാൽ, അമേരിക്ക യുദ്ധം നടന്ന കാലമാണത്, വിയറ്റ്നാം യുദ്ധം. നമുക്കറിയാം, റൗണ്ട് അപ്പ് എന്ന സാധനം നമ്മുടെ അടുത്തല്ലേ, റൗണ്ട് അപ്പ് എന്ന സാധനം ഉണ്ടല്ലോ. എന്തിനാണ് ഈ ചെടികളൊക്കെ എല്ലാം ഈ തൊഴിലുറപ്പുകാരൊക്കെ വരുന്ന മുമ്പ് റൗണ്ട് അപ്പാണ് പഠിച്ചുകൊണ്ടിരുന്ന കർഷകർ. ഇപ്പം ഗവൺമെൻറ് നിരോധിച്ച്. റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരുതരം ലിക്വിഡാണ്. അത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മുഴുവനും ചെടികൾ കരിഞ്ഞു പോകും. റൗണ്ട് അപ്പ് എന്തിനു വേണ്ടി കണ്ടുപിടിച്ചതാണ്? ഈ വിയറ്റ്നാം യുദ്ധത്തിന് വേണ്ടി അമേരിക്ക കണ്ടുപിടിച്ച സാധനമാണ്. പട്ടാളികളെല്ലാം അവിടെ വെടിവെച്ചിരുന്ന വിയറ്റ്നാം പട്ടാളക്കാർ നമ്മളീ പറഞ്ഞ കാട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. പറഞ്ഞില്ല, ടൈറ്റുള്ള ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റ് നശിപ്പിക്കാൻ വേണ്ടി റൗണ്ട് അപ്പ് കണ്ടുപിടിച്ചത്. ഹെലികോപ്റ്ററെ കൊണ്ടുവന്ന് റൗണ്ട് അപ്പ് അടിക്കുമായിരുന്നു ഇങ്ങനെ. അങ്ങനെ ഒരു മാസം റൗണ്ട് അപ്പ് അടിച്ച ഫോറസ്റ്റ് 15 റൗണ്ട് അപ്പ് അടിച്ച് ഒരു മാസം കഴിയുമ്പോൾ വെളുത്തോണ്ടിരിക്കും ഫോറസ്റ്റ്. ഇന്നിപ്പോൾ ഫോറസ്റ്റിന് വേണ്ടി അവർ എല്ലാം ഭയങ്കര മുറവിളിയാണ്, ഫോറസ്റ്റ് പോകണമെന്നൊക്കെ പറഞ്ഞ്. ഫോറസ്റ്റ് നശിപ്പിച്ചാരാ? അപ്പോൾ ഓരോ കാലത്ത് തിന്മയുടെ ശക്തികൾ വ്യത്യസ്തമായ രൂപഭാവങ്ങൾ വന്നിട്ട് വിശ്വാസികളെയും രാജ്യത്തെയും സമൂഹത്തെയൊക്കെ നശിപ്പിക്കും. മനുഷ്യരാശി അതിനകത്ത് ജീവിച്ചുകൊണ്ട് വരും. പിന്നെ ഇപ്പം ഈ കാലത്താണ് ദേവാലയം നശിപ്പിക്കുന്നത്. ലവാങ് ദേവാലയം ബസിലിക്ക നശിപ്പിക്കും. പക്ഷെ എന്നാലും സഭയുടെ ശ്രദ്ധ ഒരിക്കലും പോകത്തില്ല. അതിനുശേഷം പോൾ ദ സിക്സ്ത് മാർപ്പാപ്പയായി. അദ്ദേഹം മാർപ്പാപ്പ വിശുദ്ധനാണ്. പിന്നെ വിശുദ്ധ ജോൺ പോളിൻ്റെ കാലം വരും. വിശുദ്ധ ജോൺ പോളിൻ്റെ കാലമായി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ജോൺ പോള് പഴയ എന്നെല്ലാം നൂറ്റാണ്ടുകളായിട്ടുള്ള സഭയുടെ രക്തസാക്ഷികളെയൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ് ജോൺ പോൾ. ജോൺ പോള് അന്ന് പത്രത്തിൽ വരണത് ഞാൻ ഇന്നും വായിക്കുന്നുണ്ട്. വിയറ്റ്നാമിൽ മാർപ്പാപ്പ സന്ദർശിക്കുമ്പോൾ 1988 മാർപ്പാപ്പ ചെയ്തത്, ഇപ്പം ഹിരോഷിമയിൽ നാഗാസാക്കിയിൽ ചെന്നപ്പോഴും അവിടെ പോയി പ്രാർത്ഥിച്ച് മാർപ്പാപ്പ. ജപ്പാനിൽ വിയറ്റ്നാമിൽ ചെന്നപ്പോൾ ഈ പഴയ അന്നത്തെ 117 രക്തസാക്ഷികളുണ്ടായിരുന്നു. പേരറിയാവുന്ന ലക്ഷക്കണക്കിന് പേരെ അവരെ കൊന്നേ രക്തസാക്ഷികൾ. പക്ഷെ നമുക്ക് പേരറിയാവുന്ന
ഇപ്പം എന്തുമാത്രം ഇപ്പം മരിക്കുന്ന കൂട്ടത്തിൽ പേരറിയാൻ പറ്റാത്തവരില്ലേ, അവർ ദൈവത്തിന് അറിയാം അവരുടെ പേര്. പക്ഷേ മനുഷ്യൻ്റെ മാതൃകയ്ക്ക് വേണ്ടിയും മനുഷ്യൻ്റെ മാധ്യസ്ഥത്തിന് വേണ്ടിയും പേരറിയാവുന്ന സാക്ഷികളെ 117 പേരുണ്ടായിരുന്നു. അവരെ വിശുദ്ധരായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു 1888. പിന്നീട് 1998 വരും. 998 കാര്യം അറിയാമല്ലോ. 1798 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1997 തന്നെ മാർപ്പാപ്പ അവർക്ക് എഴുതും, മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 199 വർഷമായി, അടുത്ത കൊല്ലം 200 വർഷമാകും. 200 വർഷം നിങ്ങൾ ലവാങ്, അവർ ലേഡി ഓഫ് ലവാങ്, മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വർഷം നിങ്ങൾ ആചരിക്കണം. കാര്യം അമ്മ എന്താണ്, മാതാവിൻ്റെ സംരക്ഷണം എന്താണ്, മാതാവ് ആരാണെന്നൊക്കെ അറിഞ്ഞ, പക്ഷേ എനിക്ക് തോന്നുന്നത് 50 കൊല്ലത്തിനുള്ളിൽ ഏക പോപ്പ് ജോൺ പോൾ മാർപ്പാപ്പയാണ്. അത് വീണ്ടും പറയണേ കേട്ടെ. ജോൺ പോൾ മാർപ്പാപ്പനെ വെടിവെക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ കാലത്ത് വെടിവെച്ച് എല്ലാവരും മരിച്ചില്ലേ? ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ. മാർപ്പാപ്പ വെടിവെച്ച് മരിച്ചില്ലല്ലേ? എന്തുകൊണ്ടാണ് മരിക്കാഞ്ഞത്? വയറിലെല്ലാം എല്ലാം കയറ്റി ഇത് അമ്മ പുറകിൽ നിന്ന് മാതാവ് പുറകിൽ നിന്ന് കോരി പിടിച്ചിടുക. ആ ഫോട്ടോ എന്ത് ഫേമസായി. അമ്മയെ ആരാണെന്നറിയാവുന്ന ആളാണ് ജോൺ പോൾ മാർപ്പാപ്പ. മാർപ്പാപ്പ അമ്മയെ ആരാണെന്നറിയുമ്പോൾ എനിക്ക് സങ്കടം വന്നത് 50 കൊല്ലത്തിനുള്ളിൽ, അതായത് പയസ് 12ൻ്റെ കാലം മുതൽ നമ്മൾ ഈ കാലം വരെ നോക്കുമ്പോൾ അമ്മയെ ആരാണെന്നറിയാവുന്ന ഏറ്റവും വലിയ പോപ്പായിരുന്നു ജോൺ പോൾ മാർപ്പാപ്പ. അതുകൊണ്ടാണ് 97 തന്നെ എഴുതുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് 798, അടുത്ത 998, 200 വർഷമാണ്. ആചരിക്കണം, ആഘോഷിക്കണമെന്ന്. നിത്യമഹത്വത്തിന് അച്ചാരം മേടിക്കുന്നതാണ് സഹനങ്ങളിലൂടെ. സഭ അത് സന്തോഷത്തോടെ യേശുവിൻ്റെ കൂടെ സഹിക്കുന്നവരെ യേശുവിൻ്റെ കൂടെ നേടും എന്നുള്ളത് തന്നെയാണ് ലവാങ് മാതാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അത് നമ്മുടെ വിശ്വാസത്തെ ഉജ്ജീവിപ്പിക്കുകയും വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്നതിന് വേണ്ടി ഒരവസരം വന്നാൽ അതിൽ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കാനുള്ള കൃപ ആയി ഈ ശുശ്രൂഷ പരിണമിക്കട്ടെ എന്ന് കൂടി ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.